ഇന്നത്തെ ഏറ്റവും പുതിയ നേര് ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിലേക്ക് എല്ലാ മാന്യ സിനിമാ പ്രേമികൾക്കും സ്വാഗതം. അങ്ങനെ ലാലേട്ടന്റെ നേര് എന്ന സിനിമ മലക്കോട്ടെ വാലിബൻ വരുന്നതോടെ തിയേറ്ററുകളിൽ നിന്ന് വിടവാങ്ങുകയാണ്. ഇന്ന് നേരിന്റെ 5ാമത്തെ ഞായറാഴ്ച ദിവസമാണ്. 32 ദിവസങ്ങൾ തിയേറ്ററുകളിൽ പിന്നിട്ട നേരിന്റെ 5ാമത്തെ ഞായറാഴ്ച ദിവസത്തെ കേരള ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോഴത്തെ പുറത്തു വരുമ്പോൾ ഇന്നലത്തേക്കാൾ പ്രതീക്ഷിച്ചതുപോലെ ഇന്ന് ഞായറാഴ്ച സിനിമയുടെ കളക്ഷൻ വർദ്ധിച്ചിരിക്കുകയാണ്. വെറുതെ ഒരു വർധനയല്ല, കഴിഞ്ഞ ചൊവ്വാഴ്ചയ്ക്ക് ശേഷം ഇന്ന് സിനിമയുടെ കേരള ട്രാക്കിംഗ് കളക്ഷൻ 10 ലക്ഷത്തിന് മുകളിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ഇന്നലെ ഇതേ സമയം 7 ലക്ഷത്തിൽ പരമായിരുന്നു സിനിമയുടെ കേരള ട്രാക്കിംഗ് എങ്കിൽ ഇന്നത് 10,32,000 തിയേറ്ററുകളിൽ നിന്ന് വെറും 10 ദിവസങ്ങൾ കൊണ്ട് തന്നെ നേരിടേണ്ടതെല്ലാം തന്നെ നേരിടുത്ത സിനിമയാണ്. ലോ ബഡ്ജറ്റ് കോർട്ട് റൂം ഇമോഷണൽ ഡ്രാമ വിഭാഗത്തിൽ പെടുന്ന നേര് ഇപ്പോഴത്തെ 32ാം ദിവസം പോലും സിനിമയ്ക്ക് 10 ലക്ഷം കേരളത്തിൽ ട്രാക്കിംഗ് വരുന്നു എന്ന് പറയുമ്പോൾ എല്ലാ അർത്ഥത്തിലും സിനിമയുടെ ഒരു വലിയൊരു നേട്ടമാണത് എന്ന് നിസ്സംശയം പറയാം. നിലവിൽ വേൾഡ് വൈഡ് കളക്ഷൻ 85 കോടി രൂപയ്ക്ക് മുകളിലും കേരള കളക്ഷൻ ഇന്നത്തോടെ 47 കോടി 50 ലക്ഷത്തിന് മുകളിലും കടക്കാനായിട്ടൊരുങ്ങുന്ന സിനിമ എല്ലാ അർത്ഥത്തിലും വേറെ ലെവൽ ബ്ലോക്ക് ബസ്റ്റർ വിജയമാണ് നേടിയെടുത്തിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഇമോഷണൽ ഡ്രാമ സിനിമകൾ ഇതിന്റെ പകുതി പോലും കളക്ഷൻ നേടിയെടുക്കാത്ത കാലത്താണ് നേര് ഈ ലെവലിലേക്ക് എത്തിയതെങ്കിൽ അത് ഒരു സംശയം കൂടാതെ പറയാം ലാലേട്ടന്റെ സ്റ്റാർഡം തെളിയിക്കുന്നതാണ്. ഇനി സിനിമയുടെ ഫൈനൽ ബിസിനസ് കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ റിലീസിന് മുന്നേ തന്നെ പ്രേക്ഷകരെ അറിയിച്ചതാണ് 20-25 കോടി റേഞ്ചിൽ സിനിമയ്ക്ക് ബിസിനസ് കളക്ഷൻ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന്. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം 100 കോടി ബിസിനസ് കളക്ഷൻ നേരത്തെ മറികടന്ന സിനിമ നിലവിൽ തിയേറ്റർ കളക്ഷനും ബിസിനസ് കളക്ഷൻ എല്ലാം കൂടി ചേർക്കുകയാണെങ്കിൽ 110 കോടിയോളം ബിസിനസ് കളക്ഷൻ നേടിയിട്ടുണ്ടാകും. അതൊരിക്കലും ഫൈനൽ ആണ് എന്ന് പറയാനായിട്ട് കഴിയില്ല. കാരണം നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം സിനിമയ്ക്ക് അന്യഭാഷയിൽ നിന്ന്, പ്രത്യേകിച്ച് തെലുഗു സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് റീമേക്ക് റൈറ്റ്സിനുള്ള എൻക്വയറി എല്ലാം തന്നെ വന്നു കഴിഞ്ഞു എന്നാണ് വിവരം. അങ്ങനെയെങ്കിൽ ദൃശ്യമെല്ലാം തന്നെ പോലെ ചിത്തു, ആന്റണി, ലാലേട്ടൻ കൂട്ടുകെട്ടിൽ വീണ്ടും ബിസിനസ്സിലൂടെ വമ്പൻ കളക്ഷൻ നേരെ വാരിക്കൂട്ടാനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട്. എങ്ങനെ നോക്കിയാലും 10 കോടി ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമയുടെ വലിയ ലാഭക്കണക്കാണ് നാം നിലവിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കൃത്യമായ ഫൈനൽ വേൾഡ് വൈഡ് കേരള കളക്ഷൻ അറിയാനായിട്ടാണ് നാം കാത്തിരിക്കുന്നത്. ഈ ഡിസംബർ 23 OTT റിലീസ് ചെയ്യുന്ന സിനിമയുടെ കൂടുതൽ വാർത്തകൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.